ഹായ്, ഇന്ന് നമ്മുടെ പറമ്പിലെ കുറച്ച് പച്ചക്കറികൾ പറിച്ചാലോ? കോവയ്ക്ക പിന്നെ ഇന്ന് ഇവിടെ ഉണ്ട്. പിന്നെ അതും നമ്മൾ കുറച്ച് പറിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പുതിയതായിട്ട് ഒരു 2-3 പാവയ്ക്ക വീണിട്ടുണ്ട്. ഒരെണ്ണം നേരത്തെ വീണായിരുന്നു, അത് പഴുത്തുപോയി, അതിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പാവയ്ക്ക, അത് ഞാൻ പറിച്ചെടുത്തേ. നമ്മൾ നട്ട് അതിൽ കായ ഉണ്ടായിട്ട് അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ. പച്ചക്കറിയൊക്കെ പറിക്കുന്ന സമയത്ത് ഞാൻ അമ്മയും കൂടെ വഴക്കിടാറുണ്ട്. ഇത് അമ്മ നട്ടതല്ലല്ലോ, ഞാൻ നട്ടതല്ലേ, ഞാൻ പറിച്ചോളാം എന്ന്. പക്ഷെ അമ്മയ്ക്ക് ഞാൻ പറയാനുള്ള അവസരം കൊടുക്കത്തില്ല കേട്ടോ. അമ്മയുടെ ഞാൻ തന്നെയാണ് പറിക്കുന്നത്. ഞങ്ങളുടെ പേരയ്ക്ക, ഇതിൽ എന്ന് പേരയ്ക്ക ഉണ്ടാവും എന്ന് ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇപ്പം നിറച്ച് പേരയ്ക്ക ഉണ്ടായിട്ടുണ്ടേ. ഈ ഓമയ്ക്ക് ആദ്യമൊക്കെ കായ്ച്ച സമയത്ത് ചെറുതായിരുന്നു, ഇപ്പോൾ ഒരുപാട് വലിയ ഓമയ്ക്കയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എന്താന്നോ, എൻ്റെ അമ്മ ഉപയോഗിക്കുന്ന പച്ചക്കറി വളത്തിൻ്റെയാണ്. പിന്നെ ഈ തക്കാളി ഞങ്ങൾ അരിയിട്ട് കിളിപ്പിച്ച കേട്ടോ, അത് പൂത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങൾ ഇത് ഞാൻ പിച്ചി എടുത്തിട്ടുണ്ടേ. പക്ഷേ നമ്മളോട് പറയും ഞാൻ അതിൻ്റെ ചോട്ടിൽ ചെന്ന് നിന്ന് നിന്നെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞതിന് ശേഷം അതിങ്ങനെ വരുന്നതെന്ന്. പക്ഷേ ആ വളത്തിൻ്റെ ഗുണം കൊണ്ടാണ്. അപ്പോൾ ഈ ഓമയ്ക്ക ഉടച്ചേറിയും കോവയ്ക്ക തോരനും പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെയാണ്. അപ്പോൾ അത്രയുള്ളൂ, ബൈ.